നമസ്കാരം. ഇന്ന് ഗണപതി ഭഗവാന്റെ പിറന്നാളാണ്. സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ഗണപതി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം ഗം ഗണപതിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഗണപതി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പലതും അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ പലവിധ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹത്താൽ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായ കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭയം, ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതായ ഭയത്തെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല ദോഷകരമായ കാര്യങ്ങളും ഫലങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ കഠിനാധ്വാനത്തോടെ ശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. ഏത് കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാനുള്ള വിജയസാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഇഷ്ടവിവാഹം പോലുള്ള കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഏത് കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽപരമായ അവസരങ്ങൾ, പുതുതായി ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് അനുഭവിക്കുന്നതായ പലവിധ ദുരിത ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല പ്രവൃത്തികളും പൂർത്തീകരിക്കുവാനോ അതിന് അനുകൂലമായ സാഹചര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് വിവാഹമാകാം, അല്ലെങ്കിൽ മറ്റ് മംഗളകരമായ കാര്യങ്ങളുമാകാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ ചിന്തിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബുദ്ധിവൈഭവത്താൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, ദുരിതങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടി കടന്നു വരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിയുകയും സമൃദ്ധിയും സുഖകരമായ ദാമ്പത്യ ജീവിതവും കടന്നു വരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കുട്ടികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല ആഗ്രഹങ്ങളും മനസ്സിൽ നടക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബ സൗഖ്യം, സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. വീട് മൂടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ്.
കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അകന്നു പോവുകയും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങളുടെ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും ഉയർച്ചയും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. പല കാര്യങ്ങളിലും സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. വിചാരിച്ചതായ പല കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭഗവാനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് എതിരാകാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും അത് തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വിഷമതകൾ പലതും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അതിൽ പല വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പല വിധത്തിലുള്ള വിഷമങ്ങൾ സഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളതാകുന്നു. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കും. അർഹതപ്പെട്ടതായ അവസരങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിഷേധിച്ചതായ അവസരങ്ങളാണ് എങ്കിൽ പോലും നിങ്ങളിലേക്ക് വന്നു ചേരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളെയും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തനിയെ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നിങ്ങൾ ആരാണ്, എന്താണ് എന്ന വ്യക്തമായ ബോധ്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. അതിനാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ സാധിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കും. മുന്നോട്ട് പോവുകയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുകയും ചെയ്യാം. ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനാൽ മറ്റുള്ളവർക്കും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചതികളിൽ നിന്നും രക്ഷ നേടി ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സുഹൃത്തുക്കൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾ സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും ഭഗവാന്റെ കൃപാകടാക്ഷം വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വരവ് വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ മിച്ചം പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല ചെലവുകളും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മുൻകോപം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൂരയാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. തന്മൂലം നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരാം. വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിനോദയാത്രകൾ, തൊഴിൽപരമായ മാറ്റങ്ങൾ തുടങ്ങിയ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇഷ്ടയാത്രകൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കൂടാതെ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നെന്നും ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്നതായ ചില അസുലഭമായ മുഹൂർത്തങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർച്ചയും മനസമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ വർദ്ധിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം പോലും നൽകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ മൂലം വന്നു ചേരുക.
ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കും, നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വർദ്ധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുന്ന ഏവരും ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ഭഗവാനെ ഭജിച്ച് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഓർക്കുക.